സോംബികളെ പേടിച്ചിട്ട് ഒരു പഴയ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ് സണ്ണും വില്യംസും. പിന്നീട് എന്താ ഉണ്ടായെന്ന് കാണണ്ടേ? ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു കഥ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നേരെ കഥയിലോട്ട് കിടക്കാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ലാൻസിൻ്റെ കഥയാണ് പറയുന്നത്. അവനിപ്പോൾ ഒരു ബസ്സിൻ്റെ മുകളിലാണ്, താഴെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോംബികൾ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സണ്ണും അതുപോലെ തന്നെ വില്യംസും പുറത്തേക്ക് വരികയാണ്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സോംബികളൊന്നും തന്നെ കാണാനില്ല. നമുക്ക് ഇവിടെ നിന്ന് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകാമെന്നൊക്കെ വില്യം പറയുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും രണ്ട് സോംബികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഇവർക്ക് മറ്റൊരു വഴിയുമില്ല. അകത്തേക്ക് ഇവർ വേഗം കയറിയിട്ട് വാതിലടക്കുകയാണ്. ഈ ഒരു സോംബികളാണെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നിട്ട് അതിലിങ്ങനെ കൊട്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെ വീണ്ടും ഈ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവിടെ അവരെ കൂടാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവർ പുറത്തേക്ക് പോയിട്ട് അത് പരാജയപ്പെട്ടതിൽ ബാക്കിയുള്ള എല്ലാവരും ഇവരെ കളിയാക്കി ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലാൻസിനെയാണ്. അവൻ ഇപ്പോഴാണ് ബോധം വരുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്പിയേഴ്സിനെയോ ബാക്കിയുള്ള ആരും തന്നെ അവന് കാണാനില്ല. അവന് പേടിയായി തുടങ്ങി. ഒന്നാമത് അവനൊരു പേടി തൊണ്ടനാണ്. അവിടെയുള്ള ഡോറുകളും മറ്റൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും ഒരു മനുഷ്യനില്ല. അവനിപ്പോൾ റൂഫ് ടോപ്പിലേക്ക് പോവാണ്. എന്തു ഭാഗ്യത്തിന് അവിടെ സോംബികളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തുണ്ടായിരുന്ന ഒരു ലൈബ്രറിയിലേക്കാണ് ഇപ്പോൾ അവൻ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുക്കാനായിട്ടൊക്കെയാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു സോംബികളിൽ നിന്നുള്ള ആ ഒരു പേടിയൊക്കെ മാറ്റണം. അതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ലാൻസ് നടക്കുന്നത്. അടുത്തുള്ള ഒരു ടി വിയിൽ അവൻ്റെ തന്നെ രൂപം കണ്ട് അവൻ നോക്കുന്നുണ്ട്. ശേഷം ആ ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ബുക്ക് എടുക്കുന്നുണ്ട്. അത് വായിക്കാനായിട്ട് അവൻ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുറത്താണെന്നുണ്ടെങ്കിൽ സോംബികളുടെ അലർച്ചയും മറ്റുമാണ്. അപ്പോൾ വീണ്ടും അവൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബുക്ക് തുറന്നു പിടിച്ചുകൊണ്ട് അവൻ അത് അമർത്തി പിടിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. കുറേ നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു. ഇനിയും ഇവിടെ തന്നെ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ഒരു റൂഫ് ടോപ്പിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് എടുത്ത് ചാടാനായിട്ടാണ് അവൻ്റെ പ്ലാൻ. കാരണം താഴെ ഭാഗത്തുകൂടി പോകാനായിട്ട് സ്റ്റെയർകേസ് ഇറങ്ങിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോംബികൾ പിടിക്കും. അങ്ങനെ ഇപ്പോൾ അവൻ റൂഫ് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും അവന് നോക്കുന്നുണ്ട് എവിടെയെങ്കിലും സോംബികളും മറ്റൊക്കെ ഉണ്ടോ എന്ന്. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങുക, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു വലിയ പൈപ്പ് കാണുന്നത്. അതിലൂടെ താഴേക്ക് അള്ളിപ്പിടിച്ച് ഇറങ്ങാൻ അവൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അതിനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. പക്ഷേ എത്ര ദിവസം ഇവിടെ തന്നെ ഇങ്ങനെ കഴിയും? ഭക്ഷണം പോലും കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആ ഒരു വലിയ പൈപ്പ് വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ആദ്യം കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവൻ ആ ഒരു വലിയ പൈപ്പിലൂടെ തന്നെ അള്ളിപ്പിടിച്ച് താഴേക്ക് ഇങ്ങനെ പതിയെ ഇറങ്ങുകയാണ്. ഒരു നിലയിലുള്ള ആ ഒരു പൈപ്പ് മൊത്തം ഇറങ്ങി കഴിയുമ്പോൾ അതേ അടുത്ത സെക്ഷൻ വന്നേക്കാണ്. ഇനി എന്ത് ചെയ്യും? ഇതേപോലെ അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുവിധം ഇപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് സെക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് ധൈര്യം വന്നു. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചാടി ഓടി കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ അവൻ അവിടെ നിന്നും ഇറങ്ങിയിട്ട് പതിയെ നടന്നു പോകുമ്പോഴാണ് ആ സ്കൂളിലെ കുരുത്തം കെട്ട പിള്ളേര് ഇവനെ വിളിക്കുന്നത്. നീ അങ്ങനെ രക്ഷപ്പെട്ട് പോകണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ആ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരു സോംബിയെ എടുത്തിട്ട് താഴേക്കിടുകയാണ്. ഇത് തനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടടാ ഓട്ടം. ഈ സോംബി ആണെന്നുണ്ടെങ്കിൽ താഴെ വീണിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോംബി അവൻ്റെ പിന്നാലെ ഓടുകയാണ്. നമ്മുടെ ലാൻസും വിട്ടുകൊടുത്തില്ല. അവനും ഓടടാ ഓട്ടം. ഓടി ഓടി ഊപ്പാടിളകിയിട്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മുടെ ലാൻസ് കയറി ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇവൻ പിന്നാലെ വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ അവിടുത്തെ ആ ഒരു വലിയ വേലിയും തകർത്തുകൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഇവൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ആ ഒരു സോംബി. പെട്ടെന്ന് തന്നെ നമ്മുടെ ലാൻസ് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഓടുകയാണ്. പക്ഷേ ഈ സോംബി പിന്നാലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇവൻ ഓടി ഓടി ലാസ്റ്റ് കാലൊക്കെ ഉളുക്കുന്നുണ്ട്. എന്നിട്ടും അവൻ വിട്ടുകൊടുത്തില്ല. പതിയെ പതിയെ ഞൊണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സോംബിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ലാൻസ്. ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് നമ്മുടെ ലാൻസിൻ്റെ കൈകൾക്ക് ചെറുതായിട്ട് മുറിയേറ്റിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്തം വരുന്നതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് മറ്റൊക്കെ എടുക്കാൻ അവൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കടകളും തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. പല കടകളിലും അവൻ പോയിട്ട് അതിൻ്റെ വാതിലൊക്കെ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കടകളും അവനക്ക് തുറക്കാനായിട്ട് സാധിച്ചില്ല. ഏതെങ്കിലും കാറിൽ കയറിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കാറും നല്ലതായിട്ട് അവനവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. കാറിൻ്റെ ടയറടക്കം ഊരി തെറിച്ച രീതിയിലാണ്. പിന്നെ ഒരു കാർ കണ്ടപ്പോൾ അവൻ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറാണെന്ന് അവന് മനസ്സിലായി. വേഗം അകത്ത് കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കാർ സ്റ്റാർട്ടായി. പക്ഷേ അതിൽ ഫ്യൂവൽ കുറവായിരുന്നു. അപ്പം തന്നെ കാർ ഓഫായും ചെയ്തു. അങ്ങനെ ഒരു വഴിയില്ലെന്ന് മനസ്സിലായതിന് ശേഷം അവൻ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. പുറത്തെവിടെയും സോംബികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ്
അവനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ലാൻസ് ഉറക്കെ അലറി വിളിക്കുകയാണ്, ഇവിടെ ആരുമില്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു പട്ടിക്കുട്ടൻ അവന് നേരെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഇവൻ അതിനടുത്തേക്ക് വിളിക്കുന്നുണ്ട്, മോനെ കുട്ട ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പട്ടിക്കുട്ടൻ ആദ്യം ഇവൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരം വന്നെങ്കിലും അത് പിന്നീട് മറ്റെങ്ങോട്ടോ ഓടിപ്പോവുകയാണ്. ഒരു പട്ടിക്ക് പോലും ഇപ്പോൾ തന്നെ വേണ്ടേ എന്ന ചിന്തയിലാണ് നമ്മുടെ ലാൻസ്. അവന് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. ഒന്നാമത് ഒരു മനുഷ്യനും ഇപ്പോൾ അവിടെ കാണാനില്ല, ആരുമായിട്ടും മിണ്ടാട്ടവും. അപ്പോഴാണ് അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ലാൻസ് കാണുന്നത്. അവൻ നേരെ അങ്ങോട്ടേക്ക് വച്ച് പിടിക്കുകയാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, ഭക്ഷണ സാധനങ്ങളടക്കം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങി. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, മൊത്തം ഫ്രീ ആണല്ലോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് അവന് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന എല്ലാ സ്നാക്സും മറ്റൊക്കെ അവൻ എവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവനിപ്പോൾ ഒരു കത്രിക എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാനായിട്ട് ഇപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടേക്ക് പോകുമ്പോഴാണ് ഒരു സൂംബിയുടെ മുരൾച്ച അവൻ കേൾക്കുന്നത്. അതായത് അകത്തു നിന്നല്ല, പുറത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു സൂംബി വന്നേക്കാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലാൻസ് അവിടെ ഉണ്ടായിരുന്ന ഒരു റാക്കിൻ്റെ താഴെയിട്ട് ഒളിക്കുകയാണ്. ഈ ഒരു സൂംബിയാണെന്നുണ്ടെങ്കിൽ എന്തോ മണത്ത് ഇവനെ കണ്ടുപിടിക്കാനെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവൻ എടുത്തിരുന്ന ഒരു സാധനവും കയ്യിലെടുക്കാണ്ട് അവൻ അവിടെ നിന്നും പതിയെ ഈ ഒരു സൂംബി കാണാതെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ഈ സൂംബിയുടെ ഫ്രണ്ട് തന്നെ ചെന്നിട്ട് അവൻ പെട്ടു. വീണ്ടും ഓടടാ ഓട്ടം. അവനെ നേരത്തെ ഫോളോ ചെയ്തിരുന്ന ആ ഒരു സൂംബി ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അവനെ പിടിക്കാൻ വന്നിരുന്ന സൂംബി, ആ സെയിം സൂംബി തന്നെയാണ് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവൻ അങ്ങനെ ഓടടാ ഓട്ടം, പുറകെ ഈ ഒരു സൂംബിയും. ഇവൻ എന്നെ മാത്രമേ കടിക്കാൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാൻസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൂംബിയാണെന്നുണ്ടെങ്കിൽ വീണ് പോകുന്നുണ്ട്. പക്ഷേ വീണ്ടും എഴുന്നേറ്റിട്ട് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഈ ലാൻസിൻ്റെ പിന്നാലെ തന്നെ ഓടാണ്. ലാൻസ് അവിടെ കണ്ട ഒരു സ്കൂൾ ബസ്സിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവന് വലിഞ്ഞു കയറാനായിട്ടും പറ്റി. പക്ഷേ നമ്മുടെ സൂംബിക്കുട്ടന് കയറാൻ അറിയില്ലല്ലോ. അത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവന് നേരെ ഇങ്ങനെ കൈയും കാലും കാണിച്ചുകൊണ്ടിരിക്കാൻ താഴെ നിന്നിട്ട്. നമ്മുടെ ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ആകപ്പാടി പെട്ട അവസ്ഥയാണ്. ഒന്ന് കാല് വഴുതി താഴേക്ക് വീണ ഇവൻ്റെ കയ്യിലാവും. അവൻ അവിടെ തന്നെ തുടരാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ചുമ്മാ ആ ഒരു ബസ്സിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മുടെ ലാൻസ് ഇരിക്കുകയാണ്. സോംബിയാണെന്നുണ്ടെങ്കിൽ അലർച്ച ഉണ്ടാക്കുന്നത് നമ്മുടെ ലാൻസ് ആ ഒരു ബസ്സിന് മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കുറേ നേരം അവൻ അങ്ങനെ തന്നെ കണ്ണു അടച്ച് കിടന്ന്. കാരണം മറ്റൊന്നുമല്ല, ലാൻസ് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോംബി അവനെ കണ്ടിട്ട് ഇങ്ങനെ ചുമ്മാ നിലവിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ അവൻ കിടന്നുറങ്ങി. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ കാർമേഘമൊക്കെ വന്നിട്ട് ആകെ മഴ പെയ്യാനൊക്കെ പോവുകയാണ്. അങ്ങനെ ഒരു സൈഡ് നോക്കിയപ്പോൾ ആ സൂംബിനെ കാണാനില്ല, മറു സൈഡ് നോക്കിയപ്പോൾ അവിടെയും സൂംബിനെ കാണാനില്ല. ഈ പണ്ടാരക്കാരൻ എവിടെ പോയി? ലാൻസ് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ബസ്സിൻ്റെ പുറകിലേക്ക് പോയി നോക്കി. ആശാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇവനെയും കൊണ്ടേ പോവുള്ളൂ. പക്ഷേ നമ്മുടെ ലാൻസ് ആണെന്നുണ്ടെങ്കിൽ പതിയെ ബസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ ഒരു സോംബി അറിയാതെ ബസ്സിൻ്റെ ഫ്രണ്ട് വശം വഴി രക്ഷപ്പെടാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ പതിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ സോംബിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്തോ തലനാരിഴയ്ക്ക് മാത്രമാണ് നമ്മുടെ ലാൻസ് രക്ഷപ്പെടുന്നത്. വീണ്ടും ബസ്സിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി അടുത്തുണ്ടായിരുന്ന ഒരു കാരവാൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ ലാൻസ് എടുത്ത് ചാടുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ ആ തട്ടിനാണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല, അത് മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു വീഴുകയാണ്. ഇവനിപ്പോൾ ആ ഒരു കാരവാൻ്റെ ഉള്ളിലാണ്. പിന്നാലെ ദേ ആ ഒരു സൂംബിയും ചാടുകയാണ്. ഇവൻ എങ്ങനെയൊക്കെയോ ഓടിയിട്ട് അതിൻ്റെ ആ കാരവാൻ്റെ ആ ഒരു ജനലും മറ്റുമൊക്കെ തകർത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നാലെ ദേ ഈ സൂംബിക്കുട്ടനും കൊണ്ട്. ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. ഇവൻ നേരെ ഓടിച്ചെല്ലുന്നത് ഒരു ഫയർ സ്റ്റേഷൻ്റെ അടുത്തേക്കായിരുന്നു. എന്തോ അവൻ്റെ ഭാഗ്യത്തിന് ആ ഒരു ഫയർ സ്റ്റേഷൻ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഈ ഒരു സൂംബിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷട്ടറിൻ്റെ അടിയിൽ കൂടെ കയറാനായിട്ട് പറ്റിയില്ല. ലാൻസ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓഫീസിൽ നിന്നും ഈ ഒരു വലിയ വണ്ടികളുടെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഫയർ സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഒരു വണ്ടികളുടെയൊക്കെ കീ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ അവനോടൊന്നും കിട്ടിയില്ല. പകരം അവിടെ നിന്നൊരു വലിയ ആക്സ് അവന് കിട്ടുന്നുണ്ട്. അതായത് ഒരു വലിയ മഴ പോലത്തെ ഒരു സാധനം. അതെടുത്തുകൊണ്ട് അവൻ ഈ ഒരു സോംബിയെ നേരിടാനുള്ള ധൈര്യത്തോട് കൂടിയിട്ട് തിരിച്ചു വരികയാണ്. പക്ഷേ അവൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു സോംബിയെ കാണുമ്പോൾ അവൻ്റെ ധൈര്യം മൊത്തം ചോർന്നു പോവുകയാണ്. അതിനൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു കെൽപ്പ് പോലും നമ്മുടെ ലാൻസിനുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനിപ്പോൾ പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ആ ഒരു സോംബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫയർ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇവൻ ആ സോംബിക്ക് നേരെ ഒരൊറ്റ ഓങ്ങൽ ഓങ്ങിയുള്ളൂ. പക്ഷെ അത് മൊത്തം കൊണ്ടത് വേറൊരു റാക്കിന്മേലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ആ ഒരു ഷട്ടറിൻ്റെ അടിയിലൂടെയൊക്കെ നമ്മുടെ ലാൻസ് ഓടിയിട്ട് ആ ഒരു സോംബിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. പക്ഷേ ഇത്തവണ ആ ഒരു ഷട്ടറിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മുടെ സോംബിയും ഇവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലാൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ ഒരു റാക്കിൻ്റെ അടിയിലായിട്ട് അവൻ ഒളിച്ചു. അപ്പോഴേക്കും ഈ ഒരു സൂംബിയും വന്നിട്ട് അവനെ പിടിച്ചില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വന്നിട്ട് ഈ ഒരു സൂംബിയെ വെടിവെക്കുന്നുണ്ട്. പക്ഷേ അയാളെ അപ്പോഴേക്കും ആ ഒരു സൂംബി കടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താങ്ക്സ് പറയാനായിട്ട്
നമ്മുടെ ലാൻസ് അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അയാൾക്ക് കടിയേറ്റ കാര്യം അവൻ അറിയുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് നമ്മുടെ ലാൻസ് ആ ഒരു വൃദ്ധന് നേരെ ചെല്ലുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അയാൾ ഇപ്പോൾ തന്നെ സൂംബിയായിട്ട് മാറും. അങ്ങനെ ആ ഒരു സൂംബിയും തന്നെ ആക്രമിക്കുമെന്നുള്ള കാര്യം ലാൻസിന് ഉറപ്പായിരുന്നു. അവൻ ആ ഒരു വലിയ കട്ട ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു വൃദ്ധനെയും തീർത്ത് കളയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. 2-3 കാര്യം കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമുക്കൊരു ചെറിയ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിന്ന് ചെയ്ത് വെച്ചേക്കാം. ആ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, നമ്മുടെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ മാത്രം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സീരീസ് ഇനി കണ്ടിന്യൂ ചെയ്യണോ, അത് ഏത് രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ അറിയിക്കുക. ഈ ഒരു കഥ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ വളരെയധികം വലിച്ചു നീട്ടി വളരെ എന്താ പറയുക, കാവ്യാത്മകമായിട്ടൊക്കെ പറയാമെന്നറിയില്ല, അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അതായത് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യണോ അതോ സാധാരണ പറയുന്ന പോലെ കഥ പറഞ്ഞ് പെട്ടെന്ന് സ്പീഡായിട്ട് തീർക്കണോ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്ത് തന്നെ ആയാലുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് എനിക്ക് നിങ്ങൾ പറയുന്ന രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.